നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെള്ളമില്ല, ആശുപത്രി അടച്ചുപൂട്ടലിന്റെ വക്കിലെന്ന് കോൺഗ്രസ്. ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെള്ളമില്ല, ആശുപത്രി അടച്ചുപൂട്ടലിന്റെ വക്കിലെന്ന് കോൺഗ്രസ്. പ്രശ്ന പരിഹാരത്തിനായി കോൺഗ്രസ് വാട്ടർ അതോറിറ്റിയെ ഉപരോധിച്ചു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആശുപത്രിയിൽ വെള്ളം എത്തിയിട്ട് വെള്ളം കിട്ടാതായതോടെ കിടത്തി ചികിത്സയിലുള്ളവരെ പോലും വിട്ടയച്ചു. നേരിട്ടും അല്ലാതെയും പരാതികൾ നഗരസഭയ്ക്കും വാട്ടർ അതോറിറ്റിക്കും നൽകിയിട്ടും ഫലമൊന്നും കാണാതായതോടെയാണ് കോൺഗ്രസ് ഉപരോധവുമായി മുന്നോട്ട് വന്നതെന്ന് കൗൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ NK ജയരാജൻ പറഞ്ഞു. പലതവണ ഈ ഒരാഴ്ചക്കാലം ആയി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് മുൻകൂട്ടി കണ്ട് ഈ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണും ഒറ്റപ്പാലത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും പലതവണ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും ഇന്നേ വരെ കൈക്കൊള്ളാൻ നഗരസഭയ്ക്കോ വാട്ടർ അതോറിറ്റിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വലിയ ഒരു ദുരന്തം ഇന്ന് ആ സ്ഥാപനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം കിട്ടാതെ കഴിഞ്ഞ 10-20 ദിവസം മുൻപ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പേവാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ രോഗികളെ കിടത്തി ചികിത്സ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. ഉടനെ തന്നെ ജീവനക്കാരെ അയച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലത്തെ വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തടഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ഉപരോധിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന ഉറപ്പ് ലഭ്യമായിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് അറിയിച്ച് ഞങ്ങൾ നടത്തിയ പ്രതിഷേധത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി ഇന്ന് തന്നെ ബന്ധപ്പെട്ട ജീവനക്കാരെ ആ പ്രദേശത്തേക്ക് പറഞ്ഞയച്ച് അവിടെ ലീക്കുകളുണ്ടോ, എന്തുകൊണ്ടാണ് അവിടേക്ക് വെള്ളം കയറാത്തത് എന്നതിനെക്കുറിച്ച് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കാമെന്നും വെള്ളം കൃത്യമായിട്ട് അവിടെ എത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ എത്തിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. വരോട് ഭാഗത്തും രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്നും ഉടനെ പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചതെന്നും കൗൺസിലറും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ മുഹമ്മദ് അലി നാലകത്ത് പറഞ്ഞു. എത്ര തന്നെ ബോധിപ്പിച്ചാലും വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഇടപെടലോ പരിഹാരമോ സാധ്യമാവാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്തരം ഒരു പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നത്. എന്താണെന്ന് വെച്ചാലും നിലവിലുള്ള പ്രശ്നം എത്രയോ വീടുകൾക്ക് നിലവിലുണ്ടായിരുന്ന കണക്ഷൻ റോഡ് പണിയുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ ആ കണക്ഷൻ കട്ട് ചെയ്ത് വെച്ചിട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഉടനെ അത് പരിശോധിച്ച് വേണ്ട നടപടി എടുക്കാം എന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ പ്രതിഷേധം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഇത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും വലിയ പ്രക്ഷോഭങ്ങളുമായി നമുക്ക്